ഇന്ന് കേരളത്തിൽ നിന്ന് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ചൂസ് ചെയ്യുന്ന ഒരു കോഴ്സ് ആയിരിക്കും BSc നഴ്സിംഗ്. അതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ജോബ് സെക്യൂരിറ്റി തന്നെയായിരിക്കും. 2024 കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ കണക്കുകൾ പ്രകാരം കേരളത്തിലെ 159 നഴ്സിംഗ് കോളേജുകളിലായിട്ട് 9,557 BSc നഴ്സിംഗ് സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് കേരളത്തിൽ മാത്രം ഏകദേശം 9,600 വിദ്യാർത്ഥികൾ പ്രതിവർഷം BSc നഴ്സിംഗ് പഠിക്കുന്നുണ്ട് എന്നതാണ് സാരം. ഇത് കൂടാണ്ട് കേരളത്തിന്റെ പുറത്തു പോയിട്ട് BSc നഴ്സിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഇതിനേക്കാൾ കൂടുതലായിരിക്കും. ഇപ്പൊ കേരളത്തിന് പുറത്തും BSc നഴ്സിംഗ് പഠിക്കുന്നത് പോലെ തന്നെ വിദ്യാർത്ഥികളുടെ വലിയൊരു ആഗ്രഹമാണ് ഇന്ത്യക്ക് പുറത്തു പോയിട്ട് BSc നഴ്സിംഗ് പഠിക്കുക എന്നത്. പക്ഷേങ്കിൽ ഇന്ത്യക്ക് പുറത്തു പോയിട്ട് BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് നോർമലി വിദ്യാർത്ഥികൾ ചൂസ് ചെയ്യുന്ന ഡെസ്റ്റിനേഷൻസ് ഏതെങ്കിലും ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോ ഒക്കെ ആയിരിക്കാം. ഇപ്പൊ ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ BSc നഴ്സിംഗിന്റെ ഫീസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ കൂടുതലാണ്. ആവറേജ് ഫീസ് എന്ന് പറയുന്നത് 15 ലക്ഷം രൂപ മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലുള്ള യൂണിവേഴ്സിറ്റീസ് ആണ് നമുക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളായിട്ടുള്ള ഇപ്പോൾ UK US കാനഡയോ ഓസ്ട്രേലിയയൊക്കെ നോക്കുകയാണെങ്കിൽ വരുന്നത്. ഇനി നമ്മൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ പോലും മിനിമം ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6,000 യൂറോ മുതൽ ഒരു 10,000 യൂറോ വരെയൊക്കെയുള്ള കോളേജുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഒരു 6,000 യൂറോയൊക്കെയുള്ള കോളേജ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ അഡ്മിഷൻ ലഭിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കോമ്പറ്റീഷൻ ഉള്ള കാര്യവുമായിരിക്കും. സോ നമ്മളിപ്പോ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിൽ നമുക്ക് BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മിനിമം ഒരു 60 ലക്ഷം രൂപ വേണമെങ്കിൽ നമ്മളിത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലോട്ട് പോകുന്ന സമയത്ത് അതിനൊരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 35-40 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. സോ അവിടെയാണ് നമുക്ക് എന്താണ് ബഡ്ജറ്റീവായിട്ട് നമുക്ക് BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് സാധിക്കുന്ന ഒരു കൺട്രിയുടെ സാധ്യത വരുന്നത്. സോ ബഡ്ജറ്റീവായിട്ട് BSc നഴ്സിംഗ് പഠിച്ചത് കൊണ്ട് മാത്രമായില്ല, ആ ഒരു ഡിഗ്രിക്ക് ഒരു വാലിഡിറ്റി വേണം. അതിനുശേഷം നമുക്ക് എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. സോ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബഡ്ജറ്റീവായിട്ട് ജോർജിയയിൽ പോയിട്ട് BSc നഴ്സിംഗ് പഠിക്കുന്നതിന്റെ ഓപ്ഷൻസിനെ കുറിച്ചും അതിനുശേഷം ആ ഒരു വിദ്യാർത്ഥിക്ക് എന്തൊക്കെ ചാൻസസ് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. സോ ജോർജിയ എന്ന് പറയുന്നത് ഒരു യൂറോ ഏഷ്യൻ കൺട്രിയാണ്. അതായത് ജോർജിയ സിറ്റുവേറ്റ് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ യൂറോപ്പിലും ഏഷ്യയിലായിട്ടാണ്. ജോർജിയയുടെ ക്യാപിറ്റൽ സിറ്റി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിബിലിസി ആണ്. നമ്മൾ ജോർജിയയുടെ ബോർഡർ കൺട്രീസ് നോക്കുകയാണെങ്കിൽ ടർക്കി, അത് കൂടാണ്ട് അർമേനിയ, പിന്നെ ബ്ലാക്ക് സീ. അപ്പൊ ഇതിനിടയിലാണ് നമ്മുടെ ജോർജിയ എന്ന് പറയുന്ന കൺട്രിയുടെ ഒരു പൊസിഷൻ വരുന്നത്. ഇന്ത്യയിൽ നിന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ MBBS പഠിക്കാനായിട്ട് ചൂസ് ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ജോർജിയ. പക്ഷെ BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് കറന്റിലി വിദ്യാർത്ഥികൾ പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ BSc നഴ്സിംഗ് പഠിച്ചിട്ട് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഉള്ളത് എന്ന് നമുക്ക് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അറിയില്ല എന്നതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. നമ്മൾ ജോർജിയയിലുള്ള BSc നഴ്സിംഗ് കോളേജുകൾ എടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഫീസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു $3,000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോളേജസ് അവൈലബിൾ ആണ്. അതായത് $3,000 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ മണി ഏകദേശം ഒരു 1,30,000 രൂപ മുതൽ സെം ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കോളേജസ് ആണുള്ളത്. നമ്മളിപ്പോൾ ഒരു 1 ഇയർ ഫീസ് എടുക്കുകയാണെങ്കിൽ 2,60,000 രൂപ മുതൽ എന്താണ് 1 ഇയർ ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കോളേജസ് അവൈലബിൾ ആണ്. അതായത് ടോട്ടൽ ഫീസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 10 മുതൽ 12 ലക്ഷം രൂപ വരെ നമുക്ക് ഫീസ് വരുന്ന രീതിയിലുള്ള കോളേജസ് നമുക്ക് ഇന്ന് ജോർജിയയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഇത്രയും ഫീസ് കുറഞ്ഞ് നമ്മൾ അവിടെ പോയി പഠിച്ചിട്ട് നമ്മുടെ ഡിഗ്രിക്ക് വാലിഡിറ്റി ഉണ്ടോ എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ. അതുകൂടാണ്ട് ഈ ഒരു കോഴ്സ് നമ്മൾ അവിടെ നിന്ന് ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ് ഓപ്ഷൻസ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. സോ ജോർജിയയെ സംബന്ധിച്ചിട്ട് ജോർജിയ ഒരു യൂറോ ഏഷ്യൻ കൺട്രി ആണ് എങ്കിലും ജോർജിയയുടെ സ്റ്റഡി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ECTS സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. ECTS സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ജോർജിയ എന്ന് പറയുന്നത്. അതായത് നിങ്ങളിപ്പോ ഒരു യൂറോപ്യൻ യൂണിയൻ രാജ്യത്ത് പോയി പഠിക്കുന്നത് എങ്ങനെയാണ് അതേ ഒരു സിസ്റ്റത്തിൽ തന്നെയാണ് നിങ്ങൾ ജോർജിയയിൽ പോയിട്ട് BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇനി ഇന്ത്യയിലുള്ളതുപോലെ തന്നെ ജോർജിയയിലും BSc നഴ്സിംഗിന്റെ ഡ്യൂറേഷൻ വരുന്നത് 4 ഇയേഴ്സ് ആണ്. 4 വർഷങ്ങളിലായിട്ട് 8 സെമസ്റ്റേഴ്സിലായിട്ടാണ് എന്ത് വരുന്നത് നമ്മുടെ സ്റ്റഡി സിസ്റ്റം വരുന്നത്. സെയിം ലൈക്ക് ഇന്ത്യയിൽ ഉള്ളതുപോലെ തന്നെ തിയറി പേപ്പേഴ്സും പ്രാക്ടിക്കൽ പേപ്പേഴ്സും ചേർന്നതാണ് നമ്മുടെ ജോർജിയയിലെ BSc നഴ്സിംഗ് വരുന്നത്. നമ്മുടെ ഫസ്റ്റ് ഇയറിൽ നമ്മുടെ സ്റ്റഡീസിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ സെക്കൻഡ് ഇയർ മുതലാണ് നമ്മുടെ ഹോസ്പിറ്റൽ പ്രാക്ടീസും നമ്മുടെ ക്ലിനിക്കൽസും സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ഇയർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇയർ ഫസ്റ്റ് സെം മുതൽ, അതായത് നമ്മുടെ 3ാമത്തെ സെമസ്റ്റർ മുതൽ നമ്മുടെ എന്ത് ചെയ്യും ക്ലിനിക്കൽസ് സ്റ്റാർട്ട് ചെയ്യും. സോ ഇതാണ് നമ്മുടെ ഒരു സ്റ്റഡിയുടെ ആവറേജ് സ്ട്രക്ചർ വരുന്നത്. പിന്നെ നോർമലി എന്താണ് ഒരുപാട് സ്റ്റുഡൻസിന് ഉണ്ടാവുന്ന വലിയൊരു ഡൗട്ടാണ്, നമ്മൾ ഈ ഒരു യൂറോ ഏഷ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ
യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പേഷ്യന്റുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ഷൻ ഉണ്ടാവുമോ, അല്ലെങ്കിൽ നമ്മൾ സിമുലേറ്റേഴ്സിലായിരിക്കുമോ പഠിക്കുന്നതെന്നൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. നമ്മൾ ജോർജിയയെ സംബന്ധിച്ചിട്ട് നമ്മൾ തേർഡ് സെം മുതൽ നമ്മൾ ഡയറക്റ്റ് പേഷ്യന്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. സോ നമ്മുടെ ക്ലിനിക്കൽ നോളജിനകത്ത് യാതൊരു തരത്തിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ നമുക്ക് ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. ഞാനിപ്പോ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുത്തെ ഫീസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞല്ലേ. ഇത് കൂടാണ്ട് സ്റ്റുഡൻസിന് ലിവിംഗ് എക്സ്പെൻസ് വരും, ദെൻ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരും, വിസ കോസ്റ്റ് വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന കാര്യമാണ്. സോ കറന്റ്ലി BSc നഴ്സിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജോർജിയയിൽ പാർട്ട് ടൈം ചെയ്യൽ പോസിബിൾ ആണ്. സോ നമ്മുടെ ലിവിംഗ് കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാർട്ട് ടൈമിലൂടെ മാനേജ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ലിവിംഗ് കോസ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ലിവിംഗ് കോസ്റ്റ് നമുക്ക് 2 തരത്തിലാണ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുക. ബിക്കോസ് ജോർജിയയെ സംബന്ധിച്ചിട്ട് ജോർജിയയിലുള്ള യൂണിവേഴ്സിറ്റികളിൽ ഓണായിട്ട് ഹോസ്റ്റൽ ഉണ്ടാവുന്നത് വളരെ വളരെ കുറവാണ്. പക്ഷേങ്കിൽ ജോർജിയയുടെ ക്യാപിറ്റൽ സിറ്റി എസ്പെഷ്യലി ടിബിലിസിയിൽ ഇന്ത്യൻസ് നടത്തുന്ന ഒരുപാട് ഹോസ്റ്റൽസ്, എസ്പെഷ്യലി മലയാളികൾ നടത്തുന്ന ഹോസ്റ്റൽസ് തന്നെ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പൊ സ്റ്റുഡന്റിന് വേണമെങ്കിൽ അവിടെ ഹോസ്റ്റൽസ് എടുത്ത് സ്റ്റേ ചെയ്യാനായിട്ട് സാധിക്കും. യൂണിവേഴ്സിറ്റിയുടെ അടുത്തായിട്ട് തന്നെ നമുക്ക് ഒരുപാട് ഹോസ്റ്റൽസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഈ ഹോസ്റ്റൽസിൽ ഫുഡോടുകൂടി ലഭിക്കുന്ന ഹോസ്റ്റൽസും ഉണ്ട്. അത് കൂടാണ്ട് നിങ്ങൾക്ക് സെൽഫ് കുക്ക് ചെയ്യാനുള്ള ഹോസ്റ്റൽസ് അവൈലബിൾ ആണ്. ദെൻ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാർട്ട്മെന്റ്സ് ആണ്. പക്ഷേങ്കിൽ പാർട്ട് ടൈം ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾ ഫുഡുള്ള ഹോസ്റ്റൽസ് എടുക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. ബിക്കോസ് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചിലപ്പോൾ പാർട്ട് ടൈം ഒക്കെ ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഹോസ്റ്റലിലുള്ള മെസ്സിന്റെ ടൈമിൽ വന്ന് ഫുഡ് കഴിക്കൽ പോസിബിൾ ആവാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. സോ അപ്പൊ നിങ്ങൾ പാർട്ട് ടൈം ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ഒന്നുകിൽ എന്ത് ചെയ്യാം, മെസ്സ് അവൈലബിൾ അല്ലാണ്ട് ഓൺലി അക്കോമഡേഷൻ മാത്രമുള്ള ഹോസ്റ്റൽസ് എടുക്കുക. ഇല്ല എങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ചേർന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്പാർട്ട്മെന്റ് എടുത്ത് സ്റ്റേ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഫുഡ് ഇല്ലാത്തുള്ള ഹോസ്റ്റലായാലും ഇനി നിങ്ങൾ അപ്പാർട്ട്മെന്റ് ആണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിലും നിങ്ങളുടെ എൻറ്റയർ എക്സ്പെൻസ് ഒരു മാസത്തിലുള്ള നിങ്ങളുടെ ഹോസ്റ്റലിന്റെ എൻറ്റയർ എക്സ്പെൻസ് ഏകദേശം ഒരു $125 മുതൽ ഏകദേശം ഒരു $150 വരെയൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് നിങ്ങളിപ്പോൾ അപ്പാർട്ട്മെന്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മന്ത്ലി റെന്റ്, അത് കൂടാണ്ട് നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, അത് കൂടാണ്ടുള്ള ബാക്കിയുള്ള മെയിൻ്റനൻസ് കോസ്റ്റ് എല്ലാം ചേർത്തിട്ട് ഏകദേശം ഒരു $125 മുതൽ $150 വരെയാണ് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. ഇത് കൂടാണ്ട് നമ്മുടെ ഫുഡിന്റെ കോസ്റ്റ് നമുക്ക് അഡീഷണൽ ആയിട്ട് വരും. സോ ഒരു ആവറേജ് കോസ്റ്റ് നമുക്ക് ജോർജിയയെ സംബന്ധിച്ചിട്ട് ഒരു മാസം ഒരു സ്റ്റുഡന്റിന് അവിടെ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു $300 to $350 ഒരു സ്റ്റുഡന്റിന് വേണ്ടി വരും. അതായത് നമ്മുടെ ഇന്ത്യൻ മണി നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 25,000 മുതൽ ഏകദേശം ഒരു 30,000 രൂപ വരെ നമുക്ക് എന്ത് വേണ്ടി വരും, നമുക്ക് ജോർജിയയിൽ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് ലിവിംഗ് കോസ്റ്റ് ആയിട്ട് വേണ്ടി വരും. ഇനി നമ്മൾ പാർട്ട് ടൈമിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് എസ്പെഷ്യലി നഴ്സിംഗ് പഠിക്കുന്ന ഇന്ത്യൻ സ്റ്റുഡൻസ് മെയിൻ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അത് കൂടാണ്ട് ഫുഡ് ഡെലിവറി ഒക്കെ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ദെൻ കോൾ സെന്റേഴ്സിൽ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ടൂറിസ്റ്റ് ഗൈഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നത്. അത് കൂടാണ്ട് സെക്കൻഡ് ഇയർ മുതൽ ചില സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ടിബിലിസിയിലുള്ള ഹോസ്പിറ്റൽസിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അസിസ്റ്റന്റ് നഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനുള്ള ചാൻസ് ഒക്കെ വളരെ വളരെ കുറവാണ്. നിങ്ങൾ അത്രയേറെ ബ്രില്യന്റ് ആണെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, അസിസ്റ്റന്റ് നഴ്സ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. ഈവൻ നിങ്ങൾ അസിസ്റ്റന്റ് നഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നെങ്കിൽ തന്നെ നിങ്ങൾക്ക് മന്ത്ലി കിട്ടാനായിട്ട് ചാൻസ് ഉള്ള സാലറി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണി അറൌണ്ട് ഒരു 25,000 to 30,000 തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ടാവുന്നത്. അതായത് അതുകൊണ്ട് നിങ്ങളുടെ ലിവിംഗ് കോസ്റ്റ് മെയിൻ്റനൻസ് മാത്രമേ പോസിബിൾ ആവുകയുള്ളൂ. ദെൻ ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും ഓപ്ഷൻസിലോട്ടാണ് നിങ്ങൾ പാർട്ട് ടൈം പോകുന്നത് എങ്കിൽ ജോർജിയയിലുള്ള മിനിസ്ട്രി ഓഫ് ലേബറിന്റെ റൂൾ പ്രകാരം ഒരു പാർട്ട് ടൈം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു 4 hours വർക്ക് ചെയ്യുകയാണെങ്കിൽ അറൌണ്ട് $9 മുതൽ ഏകദേശം ഒരു $45 വരെയൊക്കെ എന്ത് ചെയ്യാം, ഏൺ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഒരു $9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മണി നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 780 രൂപ മുതൽ നമ്മൾ $45 എന്ന് പറയുമ്പോൾ ഏകദേശം $3,500 ആയി കേട്ടോ. അപ്പൊ അത്രയൊക്കെ ഏൺ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ $45 ഒക്കെ ഏൺ ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയേറെ ഈസി ആയിട്ടുള്ള ടാസ്ക് ഒന്നുമല്ല. അത് നമുക്ക് അവരൊരു മിനിമം വേജ് സ്കെയിലിൽ പറയുന്നു മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ സ്റ്റുഡൻസ് ഒക്കെ അത് കിട്ടുന്നുണ്ടോ എന്നൊന്നും നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ എങ്കിൽ എനിക്കറിയുന്ന സ്റ്റുഡൻസ് എനി ഹൗ മന്ത്ലി ഇന്ത്യൻ മണി ഏകദേശം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 30,000 മുതൽ ഏകദേശം ഒരു 65,000 to 70,000 വരെയൊക്കെ ഏൺ ചെയ്യുന്ന സ്റ്റുഡൻസ് നമുക്ക് മലയാളി സ്റ്റുഡൻസ് തന്നെ അവൈലബിൾ ആണ്. അതായത് ജോർജിയയെ സംബന്ധിച്ചിട്ട് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ട്യൂഷൻ ഫീസ് സ്വന്തമായിട്ട് അടയ്ക്കാനുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയതിനു ശേഷം എന്ത് ചെയ്യാം, പാർട്ട് ടൈം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ ലിവിംഗ് കോസ്റ്റ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ സ്റ്റുഡൻസിന് വരുന്ന വേറെ ഡൗട്ടാണ്, നമ്മളിങ്ങനെ പാർട്ട് ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റഡീസിനെ അത് ബാധിക്കുമോ, നമ്മുടെ സ്റ്റഡി അവേഴ്സിനെ അത് ബാധിക്കുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. സോ ജോർജിയ ഞാൻ ഓൾറെഡി പറഞ്ഞു ECTS സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇപ്പൊ ഇന്ത്യയിൽ ഉള്ളതുപോലെ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ കണ്ടിന്യൂസ് ക്ലാസ് എന്ന രീതിയിലല്ല ECTS സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നത്,
ക്ലാസ്സസ് എടുക്കുന്നത്. പല യൂണിവേഴ്സിറ്റികളിലും സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം, അവരുടെ ടൈമിങ്ങിനനുസരിച്ച് ഷെഡ്യൂൾ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അഡ്ജസ്റ്റ് ചെയ്തിട്ട് ക്ലാസ്സിന് പോകാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് കൂടാണ്ട് മാക്സിമം ഒരു 4 hours ഒക്കെയാണ് എന്നുള്ള ഒരു ദിവസം സ്റ്റുഡൻസിന് ക്ലാസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, പാർട്ട് ടൈം ചെയ്യാനായിട്ടുള്ള ചാൻസസ് അവൈലബിൾ ആണ്. പിന്നെ അടുത്ത് വരുന്നൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പോയി നെക്സ്റ്റ് ഡേ മുതൽ പാർട്ട് ടൈമിന് ജോയിൻ ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ നിങ്ങൾ മേ ബി ചിന്തിക്കുന്നുണ്ടാവും. അതിനുള്ള പോസിബിലിറ്റി വളരെ വളരെ കുറവാണ്. സപ്പോസ് നിങ്ങൾ ജോർജിയയിൽ പോയിട്ട് BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം ഒരു 4 മാസത്തേക്കെങ്കിലും ഉള്ള എന്ത് ചെയ്യാം, ലിവിംഗ് കോസ്റ്റ് നിങ്ങൾ കയ്യിൽ കീപ്പ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് നിങ്ങൾ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ സെറ്റിൽ ആവാനായിട്ട് മിനിമം ഒരു 3 to 4 months ടൈം നിങ്ങൾക്ക് എടുക്കും. അതായത് മിനിമം എന്ത് ചെയ്യുക, നിങ്ങളുടെ ട്യൂഷൻ ഫീസ് കൂടാണ്ട് മിനിമം ഒരു $1,500 എങ്കിലും എന്ത് ചെയ്യുക, നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ ലിവിംഗ് കോസ്റ്റിന് വേണ്ടി കീപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ പോകുന്നതായിരിക്കും കുറച്ച് സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ സ്റ്റുഡൻസിന് വരുന്ന അടുത്തൊരു ഡൗട്ടാണ്, നമ്മൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ആണുള്ളത്, എവിടെയൊക്കെ പോയി വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്നൊരു ഡൗട്ട് പല സ്റ്റുഡൻസിനും ഉണ്ടാവും അല്ലേ. നമ്മൾ ബാക്കിയുള്ള ഏത് രാജ്യത്തും പോയി പഠിക്കുന്നത് പോലെ തന്നെയാണ് ജോർജിയയിലും BSc നഴ്സിംഗ് പഠിക്കുന്നത്. ജോർജിയയിലും BSc നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോയി വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേങ്കിൽ എന്താണ്, അതത് രാജ്യങ്ങളുടെ എലിജിബിലിറ്റി എക്സാമുകൾ നമ്മൾ എഴുതി പാസ്സാവേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ UK പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, MOH എഴുതണം. ഇനി US കാനഡയിലൊക്കെയാണ് നിങ്ങൾ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അതത് രാജ്യങ്ങളുടെ എക്സാമിനേഷൻസ് നിങ്ങൾ എഴുതി പാസ്സായാൽ മാത്രമായിരിക്കും നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കുക. കൂടാണ്ട് നമ്മൾ ഇന്ത്യയിൽ വന്നിട്ടുള്ള രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ വന്ന് രജിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെയാണ് ജോർജിയയുടെയും പ്രോസസ്സ് വരുന്നത്. നമ്മൾ ജോർജിയയിൽ നിന്ന് BSc നഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് ഇന്ത്യയിൽ വന്ന് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ INC-ക്കാണ്, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഡിഗ്രി എന്ത് ചെയ്യും, അവർ ഇക്വലൻസി അവർ ചെക്ക് ചെയ്ത് നോക്കും. ഇക്വലൻസി ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പഠിച്ചിരിക്കുന്ന എല്ലാ സബ്ജക്ട്സും പഠിച്ചിട്ടുണ്ടോ, അത് കൂടാണ്ട് ഇവിടെ എടുത്തിരിക്കുന്ന ക്ലിനിക്കൽസിന്റെ അവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പർലി മാനേജ്ഡ് ആണോ എന്നുള്ള കാര്യം അവർ നോക്കും. സപ്പോസ് അത് മാനേജ്ഡ് അല്ല എങ്കിൽ നമ്മളത് അഡീഷണൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിനിക്കൽ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ അത് എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ദെൻ അടുത്ത് വരുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഇന്റർവ്യൂ ആണ്. അത് സ്റ്റുഡന്റ് ബൈ സ്റ്റുഡന്റ് ആയിട്ട് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ തീരുമാനിക്കുന്നതാണ്. അവർ എക്സാമിനേഷൻ ആണോ കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്, ഇല്ല എങ്കിൽ സ്റ്റുഡന്റിന് ഓറൽ ഇന്റർവ്യൂ ആണോ കണ്ടക്ട് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നഴ്സിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രിവിലേജ് ആണ്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യും, അവർ എക്സാമിനേഷനോ അല്ലെങ്കിൽ ഓറൽ ഇന്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്തതിന് ശേഷം അത് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ത്യയിൽ നമുക്ക് രജിസ്ട്രേഷൻ ലഭിക്കുന്നതായിരിക്കും. ദെൻ അടുത്ത് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അവിടെയുള്ള കോളേജസ് ചൂസ് ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ജോർജിയയിലുള്ള പല കോളേജുകളും മറ്റുള്ള രാജ്യങ്ങൾ, അതായത് നമുക്ക് UK, കാനഡ അല്ലെങ്കിൽ ഓസ്ട്രേലിയ ഒക്കെ പോലുള്ള രാജ്യങ്ങളിൽ പോയി സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകളുടെ ട്രെയിനിങ് അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് കൂടാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ് ഒക്കെ അഡീഷണലി കൊടുക്കുന്ന യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ ആണ്. സോ നിങ്ങൾ അവിടെ പോയിട്ട് നഴ്സിംഗ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ജർമ്മൻ ലാംഗ്വേജോ അല്ലെങ്കിൽ ഇപ്പോൾ OETയുടെ ഒക്കെ ട്രെയിനിങ് ലഭിക്കുന്ന യൂണിവേഴ്സിറ്റികളാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഈ രാജ്യങ്ങളിലോട്ട് ഈസി ആയിട്ട് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഈ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഇനി ജോർജിയയിൽ തന്നെ അസേ നഴ്സായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ, ഇപ്പൊ സപ്പോസ് എന്ത് ചെയ്തില്ല, നിങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം സഡൻ ആയിട്ട് നിങ്ങൾക്ക് വേറെ എങ്കിലും ജോലി കിട്ടാത്തൊരു സാഹചര്യം വന്നു, അപ്പൊ ഞാൻ പെരുവഴിയിലായി പോകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ടെൻഷനൊന്നും വേണ്ട. നിങ്ങൾ ജോർജിയയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും എറൗണ്ട് ഏകദേശം ഒരു $50,000 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മന്ത്ലി ജോർജിയയിൽ നിങ്ങൾക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഒരു മിനിമം വേജസ് എന്ന് പറയുന്നത് ജോർജിയയുടെ കേസിൽ BSc നഴ്സുമാർ ഏകദേശം ഒരു $50,000 ഒക്കെയാണ് സാലറി മേടിക്കുന്നത്. ഓക്കെ, ദെൻ നിങ്ങളിപ്പോൾ IELTS ഒക്കെ നിങ്ങൾ ക്ലിയർ ചെയ്ത് തന്നെ OET ഒക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലോട്ടൊക്കെ നിങ്ങൾ പോകുന്നതെങ്കിൽ മിനിമം ഒരു 2 ലക്ഷം രൂപ മുതൽ നിങ്ങൾക്ക് സാലറി ലഭിക്കുകയും ചെയ്യും. സോ ഇപ്പം +2 പഠനം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വിദേശത്ത് പോയിട്ട് BSc നഴ്സിംഗ് പഠിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. പക്ഷേ എങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവായത് കാരണം എനിക്കൊരു വിദേശ രാജ്യത്ത് പോയി പഠിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള ഒരു വിഷമം ഇനി നിങ്ങൾക്ക് വേണ്ട. ബിക്കോസ് നമുക്ക് ജോർജിയയിൽ വളരെ നല്ല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അവിടെ പോയി പഠിച്ചിട്ട് എന്ത് ചെയ്യാം, മറ്റുള്ള രാജ്യങ്ങളിൽ പഠിക്കുന്നത് പോലെ തന്നെ എന്ത് ചെയ്യാം, കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും പോയി വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അത് കൂടാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ്ങും ദെൻ OET പോലുള്ള എക്സാമുകളുടെ ട്രെയിനിങ് ഒക്കെ ഫ്രീ ആയി കൊടുക്കുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റീസ് എന്തുണ്ട് നമുക്ക് ഇന്ന് ജോർജിയയിൽ അവൈലബിൾ ആണ്. അപ്പൊ ജോർജിയയിൽ BSc നഴ്സിംഗ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജോർജിയയിൽ എങ്ങനെയാണ് BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ എടുക്കുക, അതിന് ആപ്ലിക്കേഷൻ വെക്കുന്നത് എങ്ങനെയാണ്, വിസ പ്രോസസിംഗ് എങ്ങനെയാണ്, നല്ല കോളേജ് എങ്ങനെയാണ് ചൂസ് ചെയ്യാനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, വിക എഡ്യൂക്കേഷനുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായിട്ട് കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.